നീ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണോ അത് ആരെങ്കിലും നിന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണോ? അത്ര അറിഞ്ഞാൽ മതി. അയ്യോ സാർ, അന്ന് രാത്രി ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കൂടിയില്ല. അന്ന് രാത്രി ജോലി സമയത്ത് ഒരു ചുവന്ന ബനിയനല്ലേ ഇട്ടിരുന്നത്? അത് സാറേ, എനിക്ക് ഹോട്ടലിലെ ക്ലീനിങ്ങിന് ആകെ ഒരു ചുമന്ന ബനിയനേ ഉള്ളൂ. ആ ഭാസ്കറിന് നിന്നോട് വല്ല വിരോധമുണ്ടോ? ഇല്ല, ഞാനടുത്ത് മിണ്ടിട്ട് കൂടിയില്ല. പക്ഷെ അയാൾ ഉറപ്പിച്ച് പറയണത് നീ കത്തിയെടുത്ത് അടുക്കള വാതിൽ വഴി ഇറങ്ങിപ്പോണ കണ്ടു എന്നാണല്ലോ. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. അയാളുടെ നുണമാണ് സാറേ, എനിക്കറിയില്ല സാറേ. സത്യം എനിക്കൊന്നും അറിയില്ല സാറേ, നുണമാണ് സാറേ. അയാൾ നുണ പറയണതാണെന്ന് നീ പറഞ്ഞതിന്റെ പുറത്ത് ഞാൻ വിശ്വസിക്കാം. പക്ഷെ നീ നുണ പറയണതല്ല എന്ന് ആര് പറയണത് കേട്ട് വിശ്വസിക്കും? ചെല്ല്. നീ അക്കൻ്റെ അടുത്ത് രാത്രി ചെല്ലാറില്ലേ? സാറിങ്ങനെയൊക്കെ ചോദിച്ചാ നമ്മളിങ്ങനെ താല്പര്യം വെച്ചിട്ട് കാര്യമൊന്നുമില്ല സാറേ. ആന്തര, നീ എടുത്ത പൊങ്ങൂല്ലേ? എടുത്താ പൊങ്ങാത്തത്ര കനമൊന്നും അതിനില്ല സാറേ. പിന്നെ നമ്മളെന്ത് പറയാനാ സാറേ, നമുക്കതൊന്നും വിധിച്ചിട്ടില്ല. നമുക്കൊക്കെ ഈ ചത്ത് കരക്കിടക്കുന്ന സ്രാവ് പോലുള്ള സാധനങ്ങളെ കിട്ടുള്ളൂ. പാല് പോലും പിടയ്ക്കില്ല. അപ്പൊ ഭാസ്കര, നിനക്ക് കിട്ടണില്ലെങ്കിലും വേറെ ആരെങ്കിലും അവിടെ കയറി നിറങ്ങുന്നുണ്ടോ? ഒറ്റയ്ക്കൊക്കെ ആവുമ്പോ ഞാൻ പറയില്ല. എന്ത് വന്നാലും ഞാൻ പറയില്ല. സാറിന് എന്ത് തന്നാലും ഞാൻ അങ്ങനെ പറയത്തേ ഇല്ല. അതെന്താ ഭാസ്കര അങ്ങനെ ഒരു കടുംപിടുത്തം? കാരണം നമുക്ക് കിട്ടാത്ത സാധനം വേറൊരുത്തർ അനുഭവിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിന് അസൂയ കുശുമ്പെന്നൊക്കെ. ഞാൻ അത്തരക്കാരനല്ല, എനിക്ക് അസൂയയും കുശുമ്പൊന്നും ഇല്ല സാറേ. എന്നാലും ഇപ്പൊ ഭാസ്കരൻ്റെ അത്ര ഉറപ്പ്? കണ്ണുകൊണ്ട് കാണണമല്ലേ സാറേ. വെളുപ്പിന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ണാരെയാ. ഇവൻ എപ്പോൾ വന്നു എപ്പോൾ പോകണമെന്ന് ആർക്കറിയാം? ആരെങ്കിലും ചോദിച്ചാൽ അവന് പറയാൻ ന്യായങ്ങളുണ്ടല്ലോ. ഇഡ്ഡലി ഉണ്ടാക്കാൻ വന്നു. ആർക്കും അറിയില്ലേ ഇവൻ്റെയൊക്കെ ഇഡ്ഡലി എടുക്കൽ എന്താന്ന്. ഈ ഇഡ്ഡലിയുടെ കൂടെ അവൻ എന്ത് ചമ്മന്തിയാ കൂട്ടിക്കടിക്കുന്നതെന്ന് ആർക്കറിയാം? ഞാൻ പറഞ്ഞ കുറ്റം അസൂയ. ഞാനല്ല സാറേ, ഞാനൊന്നും പറയില്ല, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞോളൂ സാർ, ഞാൻ പറഞ്ഞോളാം. നീ അവരെ വച്ചോണ്ടിരിക്കുന്നല്ലടാ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ആറ്റം പീസ് തന്നെയല്ലേ? വേണ്ടെന്ന് പറയായിരുന്നു സാറേ. നേരി പറഞ്ഞപ്പോ അവന് ദേഷ്യം വരുന്നേട്ടോ.